ഇന്ന് വിഷു ആയിട്ടൊരു കുഞ്ഞൊരു സദ്യ ഉണ്ടാക്കി കേട്ടോ. ആരും ഇല്ലല്ലോ, ഞങ്ങൾ മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കിയില്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി. അപ്പം പച്ചടി, കിച്ചടി, തോരൻ, അവിയൽ, സാമ്പാർ, പരിപ്പ്, പപ്പടം അത്രയൊക്കെ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂട്ടിയാണ് നമ്മുടെ ഒരു സദ്യ. അപ്പോൾ നിങ്ങൾ എന്തെല്ലാം കറികൾ ഇന്ന് വെച്ചതെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കുറേ നാളായി നമ്മളൊരു സദ്യ കഴിച്ചിട്ട്. പിന്നെ ഇന്ന് ഈ ഒരു വിഷു ഇവിടെ ആഘോഷിക്കണമെന്ന്, ചെറുതായിട്ടെങ്കിലും ഒന്ന് ആഘോഷിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അടുത്ത വർഷം വിഷുവിന് നമ്മൾ ഇവിടെ ഉണ്ടാവോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു വിഷു ഒന്ന് ആഘോഷിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ പായസം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു വെച്ചു. പക്ഷേ സംഭവം ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. ഇത് ഉണ്ടാക്കി വന്നപ്പം തന്നെ ഒരുപാട് സമയം എടുത്തു. അതുകൊണ്ട് പിന്നെ പായസം വേണ്ട എന്നുള്ളൊരു ധാരണയായി. പിന്നെ പതുക്കെ നമുക്ക് ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പരിപ്പും പപ്പടവും ഒക്കെ കൂട്ടി ഒരു പിടി പിടിച്ചതിന് ശേഷം പിന്നെ അല്പം ചോറും കൂടി ഇട്ടിട്ട് സാമ്പാറും കൂട്ടി ഒരു പിടി പിടിച്ചു കേട്ടോ. എനിക്ക് ഈ പരിപ്പും പപ്പടവും കഴിക്കുന്ന സമയത്ത് നെയ്യ് ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെയുള്ള ഇഷ്ടമുള്ള ആൾക്കാരുടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.